നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ജൂൺ 12 അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. തൊഴിൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ്, ചൈൽഡ് ലൈൻ എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ ആലപ്പുഴ SDV സ്കൂളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓണാട്ടുകരയിൽ നടന്ന ജില്ലാ ജൂനിയർ ആൻഡ് സബ് ജൂനിയർ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നിയന്ത്രണത്തിലുള്ള റീജിയണൽ കോച്ചിംഗ് സെന്റർ ഓവറോൾ ചാമ്പ്യന്മാരായി. വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് വിതരണം ചെയ്തു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അമ്പലപ്പുഴ മണ്ഡലത്തിലെ വിവിധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രോജക്ട് ഡയറക്ടർ ഉൾപ്പെട്ട സംഘം സ്ഥലം സന്ദർശിച്ചു. സലാം MLA ആവശ്യത്തെ തുടർന്നാണ് സംഘം ഇവിടെ സന്ദർശനം നടത്തിയത്. ജില്ലയിലെ കോടതി കേന്ദ്രങ്ങളിൽ ശനിയാഴ്ച നടത്തിയ ദേശീയ ലോക് അദാലത്തിൽ 6750 ഒത്തുതീർപ്പുകൾ നടത്തിയതായി കോടതി അധികൃതർ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ജൂൺ 12 അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. തൊഴിൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ്, ചൈൽഡ് ലൈൻ എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ ആലപ്പുഴ SDV ബോയ്സ് സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ജൂൺ 12 അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. തൊഴിൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ്, ചൈൽഡ് ലൈൻ എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ ആലപ്പുഴ SDV ബോയ്സ് സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ആ ദിനത്തിന്റെ പ്രാധാന്യം സമൂഹത്തിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ദിനാചരണങ്ങൾ സംഘടിപ്പിക്കുന്നത്. ബാലവേല വിരുദ്ധ ദിനാചരണം സംഘടിപ്പിക്കുമ്പോൾ ആ ദിനത്തിൽ ആ ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ ബാലവേല ചെയ്യുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് ന്യായമായ അവരുടെ ആവശ്യങ്ങളും സ്വാതന്ത്ര്യവും സംരക്ഷിക്കണം എന്ന അവബോധം ജനങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് 1986 ബാലവേല വിരുദ്ധ ആക്ട് പാസാക്കിയത്. എൻഫോഴ്സ്മെന്റ് ജില്ലാ ലേബർ ഓഫീസർ MS വേണുഗോപാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SDV ബോയ്സ് ഹെഡ്മിസ്ട്രസ് ബിന്ദു, ഡെപ്യൂട്ടി ലേബർ ഓഫീസർ R ശശി, ചൈൽഡ് ഹെൽപ്പ് ലൈൻ ജില്ലാ കോർഡിനേറ്റർ പ്രൈസ് മോൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ലേബർ ഓഫീസർ ദീപു ഫിലിപ്പ് സ്വാഗതവും അസിസ്റ്റന്റ് ലേബർ ഓഫീസർ J ജോമോൾ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് റിട്ടയർഡ് ഡെപ്യൂട്ടി ലേബർ ഓഫീസർ G ഷിബു കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നമുക്ക് നമ്മുടെ പ്രതിബദ്ധതകളിൽ പ്രവർത്തിക്കാം, ബാലവേല അവസാനിപ്പിക്കുക എന്നതാണ് 2024 ബാലവേല വിരുദ്ധ ദിനാചരണത്തിന്റെ സന്ദേശം. ഓണാട്ടുകരയിൽ നടന്ന ജില്ലാ ജൂനിയർ ആൻഡ് സബ് ജൂനിയർ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നിയന്ത്രണത്തിലുള്ള റീജിയണൽ കോച്ചിംഗ് സെന്റർ ഓവറോൾ ചാമ്പ്യന്മാരായി. വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് വിതരണം ചെയ്തു. കളക്ടറുടെ ചേംബറിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഓണാട്ടുകരയിൽ നടന്ന ജില്ലാ ജൂനിയർ ആൻഡ് സബ് ജൂനിയർ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നിയന്ത്രണത്തിലുള്ള രാജാ കേശവദാസ സ്വിമ്മിംഗ് പൂളിൽ പ്രവർത്തിക്കുന്ന റീജിയണൽ കോച്ചിംഗ് സെന്റർ ഓവറോൾ ചാമ്പ്യന്മാരായി. വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ജില്ലാ കളക്ടറുടെ ചേംബറിൽ വെച്ച് വിതരണം ചെയ്തു. പരിശീലകൻ രാഹുൽ ചന്ദ്രനെ ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആദരിച്ചു. ഗ്രൂപ്പ് 2 ഗേൾസിൽ സുഹറ, ഗ്രൂപ്പ് 3 ബോയ്സിൽ ഇജോ മാത്യു, ഗ്രൂപ്പ് 3-ൽ അളകാനന്ദ എന്നിവർ വ്യക്തിഗത ചാമ്പ്യന്മാരായി. മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച 9ഓളം കുട്ടികൾ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിന് യോഗ്യതയും നേടി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അമ്പലപ്പുഴ മണ്ഡലത്തിലെ വിവിധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രോജക്ട് ഡയറക്ടർ ഉൾപ്പെട്ട സംഘം സ്ഥലം സന്ദർശിച്ചു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അമ്പലപ്പുഴ മണ്ഡലത്തിലെ വിവിധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രോജക്ട് ഡയറക്ടർ ഉൾപ്പെട്ട സംഘം സ്ഥലം സന്ദർശിച്ചു. അമ്പലപ്പുഴ MLA സലാം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പ്രോജക്ട് ഡയറക്ടർ ബിബിൻ മധു ഉൾപ്പെട്ട സംഘം സന്ദർശനം നടത്തിയത്. രണ്ടാം ഘട്ട പരിശോധനയാണ് സലാം MLA നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. നിലവിൽ ടെൻഡർ ചെയ്ത DPR അനുസരിച്ച് തോട്ടപ്പള്ളി ഹാർബറിലേക്കുള്ള റോഡുകൾ പൂർണ്ണമായും അടച്ച നിലയിലായിരുന്നു. ഹാർബറിലേക്ക് ഒരു വാഹനവും കയറാൻ കഴിയാത്ത വിധം സ്പിൽവേ പൊഴി മുതൽ വടക്കോട്ട് പൂർണ്ണമായും എംബാങ്ക്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുവഴിയുള്ള തീരദേശ ഹൈവേയും കടന്നുപോകാൻ പ്രയാസമായി മാറി. തീരദേശ ഹൈവേ പടിഞ്ഞാറോട്ട് തിരിയുന്ന പായൽക്കുളങ്ങരയിലും
മെഡിക്കൽ കോളേജ് ആശുപത്രി ജംഗ്ഷനിലും അണ്ടർ പാസേജും ഉണ്ടായിരുന്നില്ല. അമ്പലപ്പുഴ കച്ചേരിമുക്കിലെ സ്പാനുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് വാഹന ഗതാഗതം സുഗമമാക്കുന്നതിനും നടപടി ഉണ്ടാകണം. ഈ വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എച്ച് സലാം MLA. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന നിലയിൽ സ്പിൽവേ പുഴയുടെ ഭാഗത്ത് നിന്ന് വടക്കോട്ട് 5.5 മീറ്റർ ഉയരം ഉറപ്പുവരുത്തി ഒരു സ്പാൻ കൂടി വർദ്ധിപ്പിക്കണമെന്നും സർവീസ് റോഡ് ഇല്ലാത്ത ഇവിടെ സർവീസ് റോഡ് നിർമ്മിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. കച്ചേരിമുക്കിലെ 35 മീറ്റർ ഫ്ലൈ ഓവറിന് പുറമെ സ്പാനുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് വാഹന ഗതാഗതവും സമീപത്തെ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും സ്കൂളുകളിലേക്കുമുള്ള യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും ഏറെ തിരക്കുള്ള വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി ജംഗ്ഷനിൽ മുൻ DPRൽ ഇല്ലാതിരുന്ന അണ്ടർ പാസേജ് പുതുതായി നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകതയും ആശുപത്രിക്ക് സമീപത്തെ റോഡിൽ ഗതാഗത സ്ഥിതിയും സംഘം പരിശോധിച്ചു. പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ, വൈസ് പ്രസിഡന്റ് VS മായാദേവി, നിർമ്മാണ പ്രവൃത്തികളുടെ ടീം ലീഡർ വിദ്യാസാഗർ, കരാർ കമ്പനി പ്രതിനിധി VVS റായിഡു, റെസിഡന്റ് എഞ്ചിനീയർ രാജലിംഗം, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PS സ്വപ്ന, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാർമിലി ഷാഫി, അസിസ്റ്റന്റ് എഞ്ചിനീയർ അബ്ദുൽ കലാം, കേരള റോഡ് ഫണ്ട് ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗിഡ്സ് തോമസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ KA ഷാനജ, CPIM ഏരിയ സെക്രട്ടറി A ഓമനക്കുട്ടൻ, തോട്ടപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M സോമൻ, അംഗം K കൃഷ്ണമ്മ, അജ്മൽ ഹസൻ, ലത്തീഫ് എന്നിവരും സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. ജില്ലയിലെ കോടതി കേന്ദ്രങ്ങളിൽ ശനിയാഴ്ച നടത്തിയ ദേശീയ ലോക് അദാലത്തിൽ 6750 ഒത്തുതീർപ്പുകൾ നടത്തിയതായി കോടതി അധികൃതർ അറിയിച്ചു. കോടതികളിലുള്ള കേസുകളും കോടതി ഇതര തർക്കങ്ങളുമാണ് അദാലത്തിൽ പരിഹരിച്ചത്. ജില്ലയിലെ കോടതി കേന്ദ്രങ്ങളിൽ ശനിയാഴ്ച സംഘടിപ്പിച്ച ദേശീയ ലോക് അദാലത്തിൽ 6750 ഒത്തുതീർപ്പുകൾ നടന്നു. 22.33 കോടി രൂപ നഷ്ടപരിഹാരം അനുവദിച്ചു. കോടതികളിലുള്ള കേസുകളും കോടതി ഇതര തർക്കങ്ങളുമാണ് ഇവിടെ പരിഹരിച്ചത്. വാഹനാപകട നഷ്ടപരിഹാര കേസുകളിൽ 19,72,33 രൂപ നഷ്ടപരിഹാരം അനുവദിച്ചു. മജിസ്ട്രേറ്റ് കോടതികളിൽ കുറ്റം സംബന്ധിച്ച് പിഴ ഒടുക്കാവുന്ന കേസുകളിൽ 5450 എണ്ണം തീർപ്പാക്കി. 62,28,750 രൂപ പിഴ ഇനത്തിൽ ഈടാക്കി. ജില്ലാ കോടതി കേന്ദ്രങ്ങളിലെ അദാലത്തിന് പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് KK ബാലകൃഷ്ണൻ, സിവിൽ ജഡ്ജിയും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി എന്നിവർ നേതൃത്വം നൽകി. അഡീഷണൽ ജില്ലാ ജഡ്ജിമാരായ റോയ് വർഗീസ്, S സജികുമാർ, അജികുമാർ, VS വിദ്യാധരൻ, ന്യായാധികാരി MK സംയുക്ത എന്നിവരുടെ നേതൃത്വത്തിലാണ് ബെഞ്ചുകൾ പ്രവർത്തിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജൂൺ 12 അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. തൊഴിൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ്, ചൈൽഡ് ലൈൻ എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ ആലപ്പുഴ SDB സ്കൂളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓണാട്ടുകരയിൽ നടന്ന ജില്ലാ ജൂനിയർ ആൻഡ് സബ് ജൂനിയർ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നിയന്ത്രണത്തിലുള്ള റീജിയണൽ കോച്ചിംഗ് സെന്റർ ഓവറോൾ ചാമ്പ്യന്മാരായി. വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് വിതരണം ചെയ്തു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അമ്പലപ്പുഴ മണ്ഡലത്തിലെ വിവിധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രോജക്ട് ഡയറക്ടർ ഉൾപ്പെട്ട സംഘം സ്ഥലം സന്ദർശിച്ചു. എച്ച് സലാം MLA ആവശ്യത്തെ തുടർന്നാണ് സംഘം ഇവിടെ സന്ദർശനം നടത്തിയത്. ജില്ലയിലെ കോടതി കേന്ദ്രങ്ങളിൽ ശനിയാഴ്ച നടത്തിയ ദേശീയ ലോക് അദാലത്തിൽ 6750 ഒത്തുതീർപ്പുകൾ നടത്തിയതായി കോടതി അധികൃതർ അറിയിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.